ഭാവി എഞ്ചിനീയേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് +1 +2 അതേപോലെ റിപ്പീറ്റേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളൊരു എയിം എന്താണ്? എഞ്ചിനീയർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുക ഇപ്പം എൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന ഒരു പ്രശ്നം ഞാൻ പറയാം. ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും അല്ലേ? നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൊതുവേ ഉണ്ടാവും അല്ലേ, ഇത് നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ കിട്ടൂല എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എല്ലാവർക്കും ഉണ്ടാവും. സ്റ്റിൽ എനിക്കും ഉണ്ടായിരുന്നു, 14 വർഷം മുന്നേ എനിക്കും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളത് മാറ്റി വെക്കുക അല്ലേ? നിങ്ങൾക്കൊരു കോൺഫിഡൻസ് അത് എനിക്ക് കിട്ടും. നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ കൃത്യമായി വളരെ കോൺഫിഡൻറ്റോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കിട്ടും. നിങ്ങൾ എന്ത് എക്സാം എഴുതാൻ പോവുകയാണെങ്കിലും ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് അതൊരു കോൺഫിഡൻസ് വേണം. എനിക്കത് കിട്ടും, മനസ്സിലായില്ലേ? എനിക്കത് കിട്ടും എന്നുള്ള ഒറ്റൊരു കോൺഫിഡൻസ് മാത്രം മതി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം നമ്മൾ കഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം പോരാ, സ്മാർട്ട് വർക്കും ചെയ്യണം. ഒരു സീറ്റല്ലേ കിട്ടേണ്ടതുള്ളൂ, ഒരു സീറ്റല്ലേ നിങ്ങൾക്കുള്ളൂ. എത്ര ലക്ഷം സീറ്റ് ഉണ്ട്? അല്ല, ഒരു സീറ്റല്ലേ വേണ്ടിയുള്ളൂ. ഇപ്പം എനിക്ക് NIT കാലിക്കറ്റ് പോയാൽ മതി, ആ ഒരു ചിന്തയിൽ. അല്ലെങ്കിൽ എനിക്ക് IIT പോയാൽ മതി, എനിക്ക് ആ കോളേജ് പഠിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, അതുപോലെ പഠിക്കുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എഞ്ചിനീയേഴ്സിന്.